സ്വകാര്യ ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ രാഹുൽ ഈശ്വർ ഇന്ന് ദീപകിന്റെ വീട് സന്ദർശിക്കും. രാവിലെ 9 മണിയോടെയാണ് സന്ദർശനം. അതേസമയം ബസ്സിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ബസ്സിൽ വെച്ച് ആരും സംഭവത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ല എന്നാണ് ബസ് ജീവനക്കാരും മൊഴി നൽകിയത്. രാകേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. രാകേഷ്, ഈ ബസ് ജീവനക്കാരിൽ നിന്നടക്കം ലഭിക്കുന്ന പ്രാഥമിക മൊഴി അനുസരിച്ച് ഈ ദീപക് കുറ്റക്കാരനല്ല എന്ന തലത്തിലേക്കൊക്കെ ഒരുപക്ഷെ ആദ്യ സൂചനകളൊക്കെ പോകുന്നുണ്ട്. നിരവധി പേരാണ് ഇപ്പോൾ ദീപകിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. രാഹുൽ ഈശ്വറും ഇന്നിപ്പോൾ എത്തുന്നുണ്ടല്ലോ. തീർച്ചയായും സ്വപ്ന, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. ബസ്സിലെ CCTV ദൃശ്യങ്ങളിലാണ് അത്തരത്തിൽ ബസ്സിൽ വെച്ച് അസ്വാഭാവികമായ യാതൊരു സംഭവവും നടന്നിട്ടില്ല എന്ന തരത്തിൽ ജീവനക്കാരും മൊഴി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ബസ്സിൽ വെച്ച് അത്തരമൊരു സംഭവം നടന്നാൽ പെൺകുട്ടി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ബസ് ജീവനക്കാരോട് പറയുന്ന സാഹചര്യം ഉണ്ടാകും. ബസ് എത്തുന്ന സ്ഥലത്തുൾപ്പെടെ പരാതിപ്പെടുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പരാതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു ദൃശ്യം പ്രചരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ ആണ് ജീവനക്കാർ പോലും ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് അറിയുന്നതും പിന്നീട് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധി ആളുകളാണ് ദീപകിന് പിന്തുണയുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി രാഹുൽ ഈശ്വർ ദീപകിൻ്റെ വസതിയിൽ എത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനവുമുണ്ട്. ഏതായാലും ഈ വിഷയം കേരളം ഒട്ടാകെ തന്നെ ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ ഇനി ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികൾ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. രാകേഷൊപ്പം ഈ യുവതി എവിടെയാണ് എന്ന് സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ ഈ പറഞ്ഞതുപോലെ സംസ്ഥാനം വിട്ടുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യുവതിയെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, എന്താണിത്? അതെ, യുവതിയെ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വിദേശത്തേക്ക് കടന്നു എന്നുള്ള സൂചനകളാണ് പോലീസ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മൊബൈലിലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യരുത്, ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള യാതൊരു കൃത്രിമത്വവും കാണിക്കരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം തന്നെ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള പ്രതിഷേധവും പരിഹാസവും ഉൾപ്പെടെ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യുവതി ഇപ്പോൾ മാറി നിൽക്കുന്നത്. വിദേശത്തേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മറ്റു കാര്യങ്ങൾ പുറത്തു പറയാനാവില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. രാകേഷാണ് വിവരങ്ങളുമായി ചേർന്ന്. സ്വകാര്യ ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിൽ ദീപക് എന്ന യുവാവ് ആത്മഹത്യ സംഭവത്തിൽ ഇന്നിപ്പോൾ രാഹുൽ ഈശ്വർ അടക്കം ഇന്ന് ദീപകിൻ്റെ വീട് സന്ദർശിക്കും. അതേസമയം ബസ്സിലുണ്ടായ സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഈ ബസ്സിലെ ജീവനക്കാരുടെ നിന്നുള്ള മൊഴികളടക്കം ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ഇത്തരത്തിലൊരു പരാതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഒപ്പം ഈ യുവതിക്കായുള്ള അന്വേഷണവും സമഗ്രമായി നടക്കുകയാണ്.